ഹലോ. മാതൃത്വം നമ്മുടെ സബ്ജക്റ്റ് എന്നതാണ്. ആക്ച്വലി ഇത് പറയേണ്ട ഒരു വിഷയം മാതൃത്വത്തിനോട് ലിങ്ക് ചെയ്യാമോ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ കണ്ടപ്പോൾ ഇത് നിങ്ങളുടെ അവതരിപ്പിക്കണമെന്ന് തോന്നി. അത് മാത്രമല്ല, എൻ്റെ ഒരു മനസ്സമാധാനവും കൂടെ ഇതിനകത്ത് ലിങ്കാണ്. വളരെ ഭീകരമായ ഒരു ന്യൂസ്, വളരെ വേദന തോന്നിയ അത്രയും പൈശാചികമായ ഒരു കൊലപാതകം. അതാണ് നമ്മളുടെ സബ്ജക്റ്റ് ചെയ്യുന്നത്. എനിക്കിത് ഇൻസ്റ്റാഗ്രാമിൽ ഒരു കുട്ടി കൊണ്ട് തന്നതാണ്. നിങ്ങൾ ഈ വിഷയം കണ്ടിരുന്നോ? നിങ്ങൾക്ക് ഇതിനെതിരെ എന്തെങ്കിലും പറയണമെന്ന് തോന്നിയിട്ടുണ്ടോ? ഇതിനെതിരെ അല്ല, അനുകൂലിച്ചുമല്ലാതെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയണമെന്നുണ്ട്. ഈ ന്യൂസിൻ്റെ ലിങ്ക് എനിക്ക് നിങ്ങളെ ഇടാനൊക്കത്തില്ല, കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആദ്യം നമുക്കിതൊന്ന് കേൾക്കാം. ജനിച്ചു വീണ ഉടനെ ആ കുഞ്ഞിനെ ഇല്ലാതാക്കിയത് എങ്ങനെയെന്നത് ഇന്നലെ തന്നെ യുവതി പോലീസിന് മുന്നിൽ വിശദീകരിച്ചിരുന്നു. ആദ്യം കഴുത്ത് ഞെരിച്ചു, ശബ്ദം പുറത്തു വരാതിരിക്കാൻ കുഞ്ഞുവായിൽ തുണി തിരികി. മരിച്ചു എന്ന് കരുതിയാണ് കിട്ടിയ കൊറിയർ കവറിൽ പൊതിഞ്ഞ് കുഞ്ഞിനെ ഫ്ളാറ്റിന്റെ ബാൽക്കണിയിൽ നിന്ന് താഴേക്ക് എറിഞ്ഞത്. പ്രസവം നടന്ന് ഉടൻ തന്നെ പരിഭ്രമിച്ചു പോയെന്നാണ് യുവതിയുടെ മൊഴി. ഗർഭം ധരിച്ചെന്നറിഞ്ഞപ്പോൾ തന്നെ അത് അലസിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു, പക്ഷേ പരാജയപ്പെട്ടുവെന്നും അവർ പോലീസിനോട് പറഞ്ഞു. ഇതോടൊപ്പമാണ് താൻ ലൈംഗിക അതിക്രമത്തിന് വിധേയായിട്ടുണ്ടെന്നും യുവതി വെളിപ്പെടുത്തിയത്. ജനിച്ചു വീണ ഉടനെ ആ കുഞ്ഞിനെ ഇല്ലാതാക്കിയത് എങ്ങനെയെന്നത് ഇന്നലെ തന്നെ യുവതി പോലീസിന് മുന്നിൽ വിശദീകരിച്ചിരുന്നു. ആദ്യം കഴുത്ത് ഞെരിച്ചു, ശബ്ദം പുറത്തു വരാതിരിക്കാൻ കുഞ്ഞുവായിൽ തുണി തിരികി. മരിച്ചു എന്ന് കരുതിയാണ് കിട്ടിയ കൊറിയർ കവറിൽ പൊതിഞ്ഞ് കുഞ്ഞിനെ ഫ്ളാറ്റിന്റെ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്കിത് രണ്ടു വട്ടം ഞാൻ കേൾപ്പിച്ചതിൻ്റെ കാരണം അങ്ങനെയെങ്കിലും നിങ്ങളൊന്ന് കേൾക്കട്ടെ എന്നാണ്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫേമസ് ആണ്. എന്തായാലും ഈ ഒരു വിഷയം ഒരുപാട് പേർക്ക് കിട്ടിയിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിലാണ് ഇത് കൂടുതൽ വരുന്നത്. കാരണം ഫേസ്ബുക്കിലോ മറ്റുള്ളിടങ്ങളിലോ, ഫേസ്ബുക്കിലും ഉണ്ടെന്ന് തോന്നുന്നു, അതിൽ ഇട്ട് കഴിഞ്ഞാൽ പ്രശ്നം വരുന്നത് കൊണ്ട് തന്നെ യൂട്യൂബിൽ ഇതത്ര ഇതായിട്ടില്ല. ഈ വിഷയം നടന്നപ്പോഴേക്ക് 3 മാസമാകുന്നു. ഒരു പിഞ്ചു കുട്ടീനെ, 3 ദിവസം മാത്രം പ്രായമുള്ള കുട്ടീനെ അവരുടെ ഫ്ലാറ്റിൽ നിന്ന് താഴേക്ക് എറിഞ്ഞ് കൊല്ലുകയാണ്. ഒരു കവറിനകത്താക്കി ബോഡി കൊല്ലുകയാണ് ചെയ്യുന്നത്. ഭയങ്കര ഭീകരമായൊരു സീനാണത്. എനിക്കറിയില്ല അത് എങ്ങനെ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന്. ഹൊറിബിൾ. ഒരു അമ്മയാവുക എന്ന് പറയുന്നത് അതൊരു ചെറിയ കാര്യമല്ല. അത് അത്രത്തോളം സ്ട്രഗിളും, മെൻ്റലി നമ്മൾ ഡൗൺ ആവും. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് പറയാനുണ്ട്. അമ്മയായവർക്ക് മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ കേട്ടോ. അല്ലാത്തവർക്കിത് അത്രയൊക്കെ ഉള്ളോളെന്ന് തോന്നും. പക്ഷെ അത്രത്തോളം വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ് ഒരു കുഞ്ഞിനെ പ്രസവിച്ചെടുക്കുക എന്നുള്ളത്. നമുക്ക് കാമത്തിന് വേണ്ടിയിട്ട് കുഞ്ഞുണ്ടായി പോകുന്ന ഒരവസ്ഥയുണ്ട്. അത്തരക്കാർ ചെയ്യുന്ന ചില കുൽസിതങ്ങൾ കണ്ടിട്ട് സ്ത്രീകൾ ഇങ്ങനെയാണ് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഇതാണ് എന്ന് പറയുന്നതിനോട് എനിക്ക് തീർത്തും യോജിപ്പില്ല. ആ വിയോജിപ്പാണ് ഞാനിവിടെ രേഖപ്പെടുത്തുന്നത്. ഈ പെൺകുട്ടി 4 ആണുങ്ങളുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. അത് 4-ൽ ഒരാളുടെ DNA മാച്ച് ആകുമ്പോൾ ആ DNA മാച്ച് ആയവനെക്കെതിരെയാണ് കേസ് എടുത്തിട്ടുള്ളത്. അതായത് ഈ മകൾ ചെയ്ത കുറ്റം മറയ്ക്കാൻ വേണ്ടി പേരൻസ് ചെയ്തൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മകൾക്ക് ഈ ലൈംഗികമായ അതിക്രമം ഉണ്ടായിട്ടുണ്ടെന്ന്. ഒരാൾ വന്ന് അവളെ ലൈംഗികമായി അതിക്രമം ചെയ്തിട്ടുണ്ട്. റേപ്പാണെന്നാണ് പറയുന്നത്. 23 വയസ്സോ 24 വയസ്സോ ഉണ്ട് കുട്ടിക്ക്. റേപ്പ് എങ്ങനെയാകും? എങ്ങനെയത് റേപ്പായത്? അപ്പോൾ ഈ പയ്യനുമായിട്ട് റേപ്പാണോ എന്ന് ചോദിച്ചപ്പം അങ്ങനെയല്ല, റേപ്പല്ല, ഉഭയകക്ഷി സമ്മതപ്രകാരമാണ്. പക്ഷേ ലൈംഗികമായി ഉപയോഗപ്പെടുത്തുമ്പോൾ പുള്ളി ഒരു പ്രോമിസ് കൊടുത്തിരുന്നു, വിവാഹം കഴിക്കാൻ. അതിൽ നിന്ന് അയാൾ പിൻവാങ്ങി. അതിൻ്റെ ഡിപ്രഷനിലാണ് കുഞ്ഞിനെ പ്രസവിച്ച ഉടനെ തന്നെ എടുത്ത് താഴേക്ക് എറിഞ്ഞ് അങ്ങ് കൊന്നു കളഞ്ഞത്. നല്ല കഥയല്ലേ? സൂപ്പറല്ലേ? പുള്ളിക്കാരത്തി പറഞ്ഞ കഥ അതാണ്. 4 പേരെ ടെസ്റ്റ് ചെയ്യുന്നു, അതിൽ ഒരാളുടെ DNA മാച്ച് ആവുന്നു. അപ്പോൾ മറ്റു 3 പേരും ഈ കുട്ടിയുമായിട്ട് എന്തായിരുന്നു ബന്ധം? ഈ പയ്യൻ പിൻവാങ്ങിയതിനുള്ള റീസൺ തന്നെ അതായിരിക്കാൻ പാടില്ലേ? അപ്പോൾ 4 പേരുമായിട്ടൊക്കെ കുട്ടിക്ക് ബന്ധമുണ്ടായിരുന്നു. ഈ രീതിയിൽ കുട്ടിയുടെ പേര് പുറത്തേക്ക് വരും. രണ്ടും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണെന്നുള്ളതും കൂടെ ഓർത്തോണം. ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് സബ്സ്ക്രൈബറുള്ള 2 വ്യക്തികളുടെയും ഇൻസ്റ്റാ ID രണ്ടും പോയിട്ടുണ്ട്. ഇനി നടക്കുന്നതാണ് അടുത്ത അയണീത്തി. പോലീസ് ഇടപെടുന്നു, പയ്യനെ അറസ്റ്റ് ചെയ്യുന്നു. 3 മാസങ്ങൾക്കിപ്പുറം കുട്ടിയെ മൃഗീയമായി കൊന്നുകളഞ്ഞ ഈ പെൺകുട്ടിക്ക് ജാമ്യം കിട്ടിയിട്ടുണ്ട്. പയ്യൻ സേഫാണ്. എവിടെ? ജയിലില്ല. പുറത്തിറങ്ങില്ല ഇനി. കാരണം ഇത് അതിജീവിതയാണ്. സ്ത്രീകളുടെ നിയമങ്ങളെ മിസ്യൂസ് ചെയ്യുന്ന ഒരു വൃത്തികെട്ട രീതിയാണ് ഇതിനകത്തൂടെ കാണുന്നത്. സ്ത്രീ എന്ന ഒരൊറ്റ പരിഗണന കൊണ്ട് മാത്രം നടത്തിയ മൃഗീയമായ കൊലപാതകത്തിന് അവൾക്ക് 3 മാസത്തിനുള്ളിൽ ജാമ്യം കിട്ടിയെങ്കിൽ എന്താണ് ഈ നിയമവ്യവസ്ഥ നമ്മളെ സംരക്ഷിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നത്? എന്താണ് ഇവിടെ നടക്കുന്നത്? ഈ പെൺകുട്ടി ഇനി ഒരു വിവാഹ ജീവിതത്തിൽ പോവുകയോ ഇനി അവൾക്കൊരു കുഞ്ഞുണ്ടാവുകയോ ചെയ്താൽ പോലും നമുക്കിതിനെ വിശ്വസിക്കാൻ പറ്റും? ഒരു രീതിയിലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത, ഇപ്പം
ഒരുപാട് കഥകൾ ഞാൻ വേണമെങ്കിൽ ഞങ്ങളുടെ നാട്ടിൻപുറത്ത് നടന്നൊരു വിശേഷമാണ്. തടിയുള്ളൊരു സ്ത്രീക്ക് ഒരു കുഞ്ഞുണ്ടായി. ഉറക്കത്തിൽ, അതായത് രാത്രി കുഞ്ഞ് ഉറങ്ങാൻ സമ്മതിക്കാതിരുന്ന് ഉറക്കത്തിൻ്റെ ആലസ്യം, പകൽ വീട്ടു ജോലിയും ഇതൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോൾ ഈ അമ്മയുടെ കൈ വന്ന് വീണിട്ട് അവരത് അറിഞ്ഞില്ല. ശ്വാസം മുട്ടി ഒരു കുഞ്ഞ് മരിച്ചു പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ആ അമ്മ ഏകദേശം ഭ്രാന്തിൻ്റെ വക്കിലെത്തി. ഓൾറെഡി അവർക്ക് എത്രയോ മക്കളുണ്ട്, 4 5 മക്കൾ ഉണ്ട്. ഇത് 6ാമത്തെ കണ്ട കുഞ്ഞാണ്. എന്നിട്ട് പോലും ആ സ്ത്രീക്ക് ബാക്കിയുള്ള കുഞ്ഞിനേക്കാളും തൻ്റെ കയ്യിൽ നിന്ന് വന്ന ഒരു അബദ്ധത്തിൽ മരണപ്പെട്ട ഈ കുഞ്ഞിനോടായിരുന്നു വേദന മുഴുക്കുക. അവരെ ഇങ്ങനെ മരിക്കുന്നവർക്ക് തെമ്മാടിക്കുഴി ലെവലൊരു അടക്കമുണ്ട്. അവർ മിക്കവാറും ആ സ്ത്രീയെ അതിൻ്റെ അടുത്ത് ഞാൻ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ സ്ത്രീ അവിടെ ഇരുന്ന് കരയണത്. ഈ 5 മക്കളും വളർന്നു. എൻ്റെയൊക്കെ ചെറുപ്രായത്തിലുള്ള ഒരു സ്റ്റോറിയാണിത്. അപ്പം അന്ന് അവരൊക്കെ വളർന്ന ശേഷം ഇപ്പോഴും ആ ഉമ്മാമ ആ പഠിക്കൽ പോയിരുന്നവർ ആ കുട്ടിയുടെ അടുത്ത് കഥ പയ്യാരം പറയണ കേൾക്കാൻ പറ്റും. ഒരിക്കലും നമുക്ക് ക്ഷമിക്കാൻ പറ്റുന്ന ഒരു കാര്യമില്ല. നമ്മളോട് തന്നെ നമുക്ക് ആ തെറ്റ് ക്ഷമിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. ബൈ മിസ്റ്റേക്കിൽ ആ അമ്മയുടെ കയ്യിൽ നിന്ന് വന്ന ഒരു സംഭവമാണത്. അതിൽ പോലും ഇത്രയധികം വേദനിക്കുന്ന ഒരു അമ്മയാണ് സാധാരണ നോർമലായ ഒരു സ്ത്രീ. ഇത് എന്ത് ജന്മമാണെന്ന് എനിക്കറിയില്ല. ഈ അമ്മയും അച്ഛനും പണത്തിൻ്റെ കുത്തളിപ്പിൽ മോളെ കയറൂരി അങ്ങ് വിട്ടിരുന്നു. സെക്സൊക്കെ ഒരാളുടെ പേഴ്സണൽ ചോയ്സ് തന്നെയാണ്. ആവശ്യമുള്ളവർക്ക് അത്രയും പോയി കിടക്കാം, ആവശ്യമുള്ളവരോട് അത്രയൊക്കെ അത് എൻജോയ് ചെയ്യാം, അതൊന്നും തർക്കമില്ല. കുട്ടികളുണ്ടാവാതെ നോക്കിക്കൂടെ? നല്ല പിൽസ് ഇപ്പം കിട്ടും. ഈ ലൈംഗിക ബന്ധം കഴിഞ്ഞ് 7 ദിവസത്തിനുള്ളിൽ കഴിച്ചാൽ മതി, പ്രിക്കോഷനാകും. അങ്ങനത്തെ ഉള്ള പിൽസ് അവൈലബിൾ ആണ്. എന്തേ ഇങ്ങനൊരു ചാട്ടക്കാരി മകൾക്ക് അതൊന്ന് ഉപദേശിച്ചു കൊടുത്തൂടെ? ഇവിടെ പലരും ന്യായീകരിക്കുന്ന മറ്റു കുറേ വ്യക്തിത്വങ്ങളുണ്ട്. ഒത്തിരി സബ്സ്ക്രൈബറൊക്കെ ഉള്ള പോളിഗമി ഇഷ്ടപ്പെടുന്ന കുറേയധികം പെണ്ണുങ്ങൾ നമുക്കിടയിൽ തന്നെയുണ്ട്. ഞാനത് പറയുകയും വേണ്ട. അവർക്കും ഇതാണ് സൊല്യൂഷൻ. ഈ ടാബ്ലറ്റ് അങ്ങോട്ട് കഴിക്കുക. അല്ലാച്ചാൽ ഇതുപോലെ പെറ്റ ഉടനെ തന്നെ വലിച്ചൂരി കക്കൂസിനകത്തിട്ട് ഫ്ലഷ് അടിക്കുക, അല്ലെങ്കിൽ ഇതുപോലെ വലിച്ചെറിയുക ഒക്കെ വേണ്ടി വരും. ഇത്തരം ജന്മങ്ങൾ കാമത്തിന് വേണ്ടി മാത്രമാണ് ഇത് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഉറധരിക്കൂ. ഇനി അതിൽ സാറ്റിസ്ഫാക്ഷൻ ഇല്ലെങ്കിൽ പിൽസ് കഴിക്കൂ. ഇത് റിപ്പീറ്റ് പറയുന്നത് ദയവേദത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് കുട്ടികളുടെ ആവശ്യമുണ്ടാവില്ല. എത്രയോ പേര് കുരുളി കമഴ്ത്തുകയും വേണ്ടാത്ത എല്ലാ സാധനങ്ങൾക്കും IVF ഒക്കെ നടത്തി എത്രയോ പൈസ ചിലവാക്കി കഷ്ടപ്പെട്ട് കുഞ്ഞുങ്ങളുണ്ടാകും. ഇതിനൊക്കെയാണ് അനാഥാലയം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ആ കുഞ്ഞ് ജീവനോടെ വളരട്ടെ. അതിൻ്റെ അവകാശം എന്തിനു നിഷേധിക്കുന്നു? അവിടെ കൊടുത്താൽ പോരായിരുന്നോ? അമ്മത്തൊട്ടിലുണ്ട്, അവിടെ കൊണ്ടിട്ടാൽ പോരായിരുന്നോ? ഇതൊന്നും ചെയ്യാതെ വലിച്ചെറിഞ്ഞ് ഇത്രയും ഭീകരമായ കുട്ടിയെ കൊന്ന അവൾക്ക് ജാമ്യം കൊടുക്കുന്നതിൻ്റെ ഭീകരതയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. 3 മാസം മാത്രമേ ഉള്ളൂ അവൾ. അപ്പോൾ ലൈംഗികമായി അവൾ മിസ്ലീഡ് അല്ലെങ്കിൽ മിസ്യൂസ് ചെയ്യപ്പെട്ടു എന്ന രീതിയിൽ ഒരു അപരാജിത, വേറെന്തൊരു പേര് പറയുമല്ലോ, അത് തന്നെ ആ സുനയായിട്ട് അവളെ അങ്ങ് ഇറക്കി വിട്ടിട്ടുണ്ട്. പയ്യൻ എവിടെ? പയ്യൻ ചെയ്യില്ല. ശരിയാണ്, തുല്യ പങ്കാളികളായിരിക്കാം. പക്ഷേ തുല്യ പങ്കാളിത്തം വേറെ 3 പേർക്കും ഉണ്ട്. എന്തുകൊണ്ട് അവരെ പിടിക്കുന്നില്ല? അവരും ഇവളെ മിസ്യൂസ് ചെയ്തതായിരിക്കത്തില്ലേ? എന്താ അവർക്ക് വേണ്ടിയിട്ട് ഈ പറയുന്ന അതിജീവിതയ്ക്ക് ഒന്നും പറയാനില്ലേ? മകൾ നയിച്ച ജീവിതം, മകൾ മുന്നോട്ട് കൊണ്ടുവന്ന ഒരു രീതി ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റാത്തതാണ്. ഇനി മകൾക്ക് വേണ്ടിയിട്ട് ഈ അച്ഛനും അമ്മയും തന്നെയാണോ എടുത്തെറിഞ്ഞതെന്നും അറിയത്തില്ല. എന്തായാലും പെൺകുട്ടി അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. കേരളം ഒരുപാട് ചർച്ച ചെയ്തതാണ്. നമുക്ക് ഈ സമയത്ത് ബിഗ് ബോസിനകത്തായതുകൊണ്ട് നമുക്ക് ഈ വിഷയം എടുക്കാൻ പറ്റില്ല. പക്ഷേ എനിക്കിത് കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് എൻ്റെ ഉറക്കം നഷ്ടപ്പെടുന്നുണ്ട്. ആ കുഞ്ഞിൻ്റെ ബോഡി അത് ആസിറ്റീസ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ പലരും ഷെയർ ചെയ്യുന്നുണ്ട്. ഞാൻ എന്തായാലും അങ്ങനെ ഷെയർ ചെയ്തൊരു ലിങ്ക് എൻ്റെ ഫസ്റ്റ് കമൻറ്റ് പിൻ ചെയ്ത് വെച്ചേക്കാം. ബിക്കോസ് എനിക്കത് കാണിച്ചു കഴിഞ്ഞാൽ എനിക്ക് വയലേഷൻ ഇഷ്യൂസ് വരും. നിങ്ങൾ കണ്ടു നോക്കുക. അത്രയും ഭയാനകമായ ഒരു കാഴ്ചയാണത്. അങ്ങനെ ചെയ്തിട്ട് ആ സ്ത്രീക്ക് ഇങ്ങനെ ഒരെണ്ണം കിട്ടുന്നുണ്ടെങ്കിൽ ഈ നിയമവ്യവസ്ഥയിൽ ആര് വിശ്വസിക്കും? എന്തിനിത്? ആർക്ക് വേണ്ടി? കാമത്തിന് വേണ്ടി കിടന്നു കൊടുക്കുന്നു, അതിലൊരു കുഞ്ഞുണ്ടാകുന്നു, അതിനെ വല്ല ഓർഫനേജിലോ മക്കളില്ലാത്ത ആർക്കെങ്കിലും കൊടുക്കുന്നതിന് പകരം വളരെ ക്രൂരമായി അതിനെ വലിച്ച് റോഡിലേക്ക് അങ്ങ് എറിയാണ്. ആ തൻ്റെ ഇടം ആലോചിച്ച് നോക്കും. എന്നിട്ടൊന്നും പോരാതെ മകളെ സേഫാക്കാൻ വേണ്ടിയിട്ട് ഈ 4 ആൺകുട്ടികളിൽ നിന്ന് 3 പേരെ മാറ്റി DNA തെളിഞ്ഞവനെ പിടിച്ച് അകത്തിട്ടു. അവനകത്ത് തന്നെയാണ്. അവന് പുറത്തിറങ്ങാൻ ബുദ്ധിമുട്ടാണ് കുറച്ച് ദിവസം കഴിഞ്ഞു. അഥവാ കഴിഞ്ഞാലും കുറച്ച് നല്ല പാടാണ്. എന്നുവെച്ചാൽ പീഡിപ്പിച്ചതല്ലേ, ബലാത്സംഗ കുറ്റല്ലേ. നീതിയോടുകൂടി നീതി വേണം എന്ന് പറഞ്ഞുകൊണ്ട് മുൻപോട്ട് വരുന്ന പെൺകുട്ടികൾക്ക് പോലും നീതി നിഷേധിക്കപ്പെടുന്നൊരു രീതിയുണ്ട്. ഇങ്ങനെയുള്ള ചാവാലികൾ ഇതിൻ്റെ ഇടയിലുള്ളത് കൊണ്ടാണ്. ഈ സ്ത്രീക്ക് നീതി വേണമെന്ന് ഇവർ പറഞ്ഞാൽ ആ നീതിബോധമുള്ള നീതിന്യായ വ്യവസ്ഥ കൈകാര്യം ചെയ്യുന്നവർ ഒരു അല്പം ചിന്തിക്കേണ്ടായി. ഇതിനകത്ത് നല്ല ക്രയവിക്രയങ്ങൾ നടന്നിട്ടുണ്ടെന്ന് വ്യക്തമാണ്. അല്ലെങ്കിൽ പെട്ടെന്നൊരു ദിവസം ഇവർക്ക് ഇങ്ങനെയൊരു തീരുമാനമെടുക്കാൻ തോന്നത്തില്ലല്ലോ. അതായത് മകൾ
എങ്ങനെയൊക്കെയോ നടന്ന് ഉണ്ടാക്കിയെടുത്ത കുഞ്ഞിനെ കൊന്നുകളഞ്ഞു. മകളെ സേവ് ചെയ്യണം. ആ മകൾക്കുണ്ടായ കുഞ്ഞ് ഇവർക്കൊന്നും ഉണ്ടായിരുന്നില്ല. ആ കുഞ്ഞിൻ്റെ മരണം ഇവർക്കൊന്നും തോന്നിയിട്ടില്ല. അപ്പോൾ മകളെ സേവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് മറ്റൊരുത്തനെ, അല്ലെങ്കിൽ മകളുടെ കൂടെ നയിച്ച് നടന്ന 4-ൽ-1 പിടിച്ച് അതിനകത്തിട്ട് മകളെ ഭയങ്കരമാക്കി സോപ്പാക്കി വെളിയിൽ വെച്ചിരിക്കുകയാണ്. നിങ്ങൾ പറയുക, നിങ്ങളുടെ കമൻറ്റിൽ കൂടെ എൻ്റെ പ്രതിഷേധം ഈ ഒരു വീഡിയോയിൽ കൂടെ ഞാനിവിടെ രേഖപ്പെടുത്തുന്നു. ആ ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വയ്ക്കാം. യു ഗോ ആൻഡ് വാച്ച് ഇറ്റ്. ഒരു കാര്യം ഞാൻ ഉറപ്പ് തരാം, അല്പമെങ്കിലും സെൻസിറ്റീവായ അമ്മമാർ അത് കാണാൻ പോകരുത്. അത്ര ഭീകരമാണ്, ഭയാനകമാണ്. താങ്ക് യു.